അപ്പോൾ കേരളത്തിൽ ഇതുപോലെ ഒരു തകരാത്തതിൻ്റെ കാരണം ബംഗാളിൽ CPM വലിയൊരു അബദ്ധം പറ്റിയത് അവർ സ്വയം ക്യാപിറ്റലിസ്റ്റുകളല്ലായിരുന്നു. അവർക്ക് അവിടെ ഒരു ചെറിയൊരു പത്രമല്ലാതെ കാര്യമായ സ്വത്തുവകകളൊന്നുമില്ല. കേരളത്തിൽ AKG ആണ് CPM രക്ഷിച്ചത്. AKG ആണ് ഈ സഹകരണ സ്ഥാപനങ്ങൾ തുടങ്ങാനും സഹകരണ ബാങ്കുകൾ തുടങ്ങാനും സമ്പത്ത് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാന തത്വം മുന്നോട്ട് വെച്ച AKG. അത് പിന്നെ പിണറായി വിജയൻ നന്നായി പോഷിപ്പിച്ചു. ഒരു ഫുട്ബോൾ കളി CPM നടത്തിയാൽ മതി, ലക്ഷക്കണക്കിന് രൂപേൻ്റെ വരുമാനം വരും. അപ്പോൾ CPM ഇവിടുത്തെ നമ്പർ 1 സമ്പന്ന പാർട്ടിയാണ്. ആയിരക്കണക്കിന് ബാങ്കുകൾ അവർ നിയന്ത്രിക്കുന്നുണ്ട്. PSC കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ കൊടുക്കുന്ന CPM ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവരെ കമ്പോട് തകർക്കാൻ അവിടെ കഴിയില്ല. എത്ര കഴിഞ്ഞാലും ആ ഒരു അടിത്തറ അവർക്ക് ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡെമോഗ്രഫിക്കൽ ചേഞ്ച് വരുന്നതിൻ്റെ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ അതിരൂക്ഷമായ ബുദ്ധിമുട്ട് വരുമ്പോഴാണ്, വളരെ ഭീകരമായ തിരിച്ചടി വരുമ്പോഴാണ്. പക്ഷെ അതിൻ്റെ ചില സൂചനകൾ കാണുന്നുണ്ട്. ഇപ്പോൾ കഴക്കൂട്ടത്തെ നോക്കുക, നേമത്ത് നോക്കുക, ചാത്തന്നൂർ നോക്കുക. ഹിന്ദു കമ്മ്യൂണിറ്റീൻ്റെ വോട്ട് BJPയിൽ പോവാണ്. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ 2031-36 ആകുമ്പോഴത്തേക്കും പ്രഡോമിനൻ്റ് ആയ ഹിന്ദു വോട്ടുള്ള ഒരു പാർട്ടി, ആ പാർട്ടി BJP ആവും. മുസ്ലിം വോട്ടുകൾ നിയന്ത്രിക്കുന്ന ഒരു പാർട്ടി എന്ന രീതിയിൽ ക്രിസ്ത്യൻ വോട്ടുകൾ UDF ആവും. അപ്പം ബംഗാളിൽ കണ്ടതിൻ്റെ അത്ര കമ്പ് ഒരു തകരില്ലെങ്കിലും ആ രാഷ്ട്രീയം ഓൾട്ടർ ചെയ്ത് കേരളത്തിൽ വരാനുള്ള നല്ല സാധ്യത കാണുന്നുണ്ട്. അതിലിവർ CPM ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവർ മതേതരത്വം മുന്നിൽ പിടിക്കണം. മമത ചെയ്ത മാതിരി അല്ല, ജ്യോതി ബസു ചെയ്ത മാതിരി ഒരു സമയത്ത് കുറേ മുസ്ലിം പ്രീണനം നടത്തും, ഇനി അത് കഴിഞ്ഞ് കുറച്ച് ഹിന്ദു പ്രീണനം നടത്തി കളയാം, കുറച്ചു കാലം വെള്ളാപ്പള്ളിയെ കൂടെ കൂട്ടാം, പിന്നെ മറ്റുള്ളവരെ കൂട്ടാം. ഇങ്ങനെ കളിക്കാതെ യഥാർത്ഥത്തിലുള്ള മതേതരത്തിൽ ഉറച്ചു നിൽക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. അതോടുകൂടി ഇവരെ വോട്ട് ബാങ്ക് നഷ്ടമാവാണ്. ഇത് ബംഗാളിൽ നിന്ന് CPM പഠിക്കേണ്ട വലിയൊരു പാടാണ്. ഇത് നമ്മൾ വർഷങ്ങളായി നമ്മൾ പറയുമ്പോൾ നമ്മളെ വലിയ സംഖ്യയാക്കി മാറ്റിയെന്ന് ഈ സ്വരാജ് അടക്കമുള്ള ആളുകൾ ഇതൊന്നും വായിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല.